ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശാസ്ത്രയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ബ്ലാക്ക് ഫംഗസ്. കേരളത്തിൽ പലയിടങ്ങളിലുമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ബ്ലാക്ക് ഫംഗസിനെ കുറിച്ചാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. അപ്പോൾ ഒത്തിരി മടുപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. ബ്ലാക്ക് ഫംഗസിലേക്ക് നേരിട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് എന്താണ് ഫംഗസുകൾ അഥവാ പൂപ്പലുകൾ. ജന്തുക്കളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി യൂക്യാരിയോട്ടിക് സെല്ലോട് കൂടിയ സൂക്ഷ്മജീവികളുടെ ജനുസുകളെയാണ് ഫംഗസ് അഥവാ ഫംഗി എന്നറിയപ്പെടുന്നത്. സസ്യങ്ങളെപ്പോലെ സാധാരണഗതിയിൽ ഇവയ്ക്ക് സ്വന്തമായി ആഹാരം നിർമ്മിക്കുവാൻ സാധിക്കില്ല. പകരം മറ്റു ജീവികളെ ആശ്രയിച്ചാണ് ഇവ വളരുന്നത്. മ്യൂക്കറൈൽസ് വിഭാഗത്തിൽപ്പെടുന്ന മ്യൂക്കർ മൈക്കോസിസുകളാണ് സാധാരണഗതിയിൽ ബ്ലാക്ക് ഫംഗസ് രോഗത്തിന് കാരണമാകുന്നത്. മ്യൂക്കർ മൈക്കോസിസ് വിഭാഗത്തിലെ മ്യൂക്കർ, റൈസോപ്പസ്, അബിസീഡിയ തുടങ്ങിയ സ്പീഷീസുകളാണ് ഇവയ്ക്ക് ഉദാഹരണം. സാധാരണഗതിയിൽ ഒരാളിൽ ഈ രോഗം സ്ഥിരീകരിച്ചാൽ തൊലിപ്പുറമേ കാണുന്ന കറുത്ത പാടുകൾ ആണ് ഈ രോഗത്തിന് ബ്ലാക്ക് ഫംഗസ് എന്ന പേര് നൽകാൻ കാരണമായത്. ബ്ലാക്ക് ഫംഗസ് രോഗബാധയെ പ്രധാനമായും 5 രീതിയിൽ തരംതിരിക്കാം. റൈനോസെറിബ്രൽ മ്യൂക്കർമൈക്കോസിസ്, പൾമണറി മ്യൂക്കർമൈക്കോസിസ്, ഗ്യാസ്റ്റർ ഇൻറ്റെസ്റ്റിനൽ മ്യൂക്കർമൈക്കോസിസ്, ക്യൂട്ടേനിയസ് മ്യൂക്കർമൈക്കോസിസ്, ഡിസെമിനേറ്റഡ് മ്യൂക്കർമൈക്കോസിസ്. റൈനോസെറിബ്രൽ മ്യൂക്കർമൈക്കോസിസ് സാധാരണഗതിയിൽ കണ്ടുവരുന്നത് പ്രമേഹ രോഗികളിലും അതുപോലെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായ രോഗികളിലുമാണ്. സൈനസിനെയും തലച്ചോറിനെയും ഗുരുതരമായ രീതിയിൽ ബാധിക്കുന്നതിനാലാണ് ഈ രോഗത്തിന് റൈനോസെറിബ്രൽ മ്യൂക്കർമൈക്കോസിസ് എന്ന് വിളിക്കുന്നത്. ക്യാൻസർ രോഗികൾ, ആന്തരികാവയവ ശസ്ത്രക്രിയ നടത്തിയവർ, അതുപോലെ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയ രോഗികളിലാണ് സാധാരണഗതിയിൽ പൾമണറി മ്യൂക്കർമൈക്കോസിസ് അഥവാ ശ്വാസകോശത്തെ ബാധിക്കുന്ന മ്യൂക്കർമൈക്കോസിസ് കണ്ടുവരുന്നത്. കൊച്ചുകുട്ടികൾ, പ്രത്യേകിച്ച് മാസം തികയാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങളിലാണ് ഗ്യാസ്റ്റർ ഇൻറ്റെസ്റ്റിനൽ രോഗബാധ സാധാരണഗതിയിൽ കണ്ടുവരുന്നത്. തൊലിപ്പുറമെ കറുത്ത നിറത്തോടുകൂടി പ്രത്യക്ഷപ്പെടുന്ന രോഗബാധയാണ് ക്യൂട്ടേനിയസ് മ്യൂക്കർമൈക്കോസിസുകൾ. സർജറി കഴിഞ്ഞിട്ടുള്ളവരിലും അതുപോലെ ലോ ഇമ്മ്യൂണിറ്റി പവറുള്ള ആളുകളിലുമാണ് ഇതുവരെ ഈ രോഗം പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ആന്തരികാവയവങ്ങളെ ബാധിക്കുന്ന മ്യൂക്കർമൈക്കോസിസുകളാണ് ഡിസെമിനേറ്റഡ് മ്യൂക്കർമൈക്കോസിസുകളായി അറിയപ്പെടുന്നത്. ഓരോ തരത്തിലുള്ള മ്യൂക്കർമൈക്കോസിസുകളും പ്രത്യേകം രോഗലക്ഷണങ്ങളോട് കൂടിയാണ് പ്രത്യക്ഷപ്പെടാറുള്ളത്. കടുത്ത തലവേദന, മൂക്കടപ്പ്, അതുപോലെ മുഖത്ത് പ്രത്യക്ഷപ്പെടുന്ന തടിപ്പുകൾ എന്നിവയാണ് റൈനോസെറിബ്രൽ മ്യൂക്കർമൈക്കോസിസിൻ്റെ രോഗലക്ഷണങ്ങളായി കണക്കാക്കപ്പെടുന്നത്. പനി, ചുമ, നെഞ്ചുവേദന, ശ്വാസമെടുക്കാൻ ഉള്ള ബുദ്ധിമുട്ട് എന്നിവയാണ് പൾമണറി മ്യൂക്കർമൈക്കോസിസിൻ്റെ രോഗലക്ഷണങ്ങൾ. കടുത്ത വയറുവേദന, മനം പുരട്ടൽ, ഛർദിൽ, അതുപോലെ ആന്തരിക അവയവങ്ങളിൽ കാണപ്പെടുന്ന രക്തസ്രാവം എന്നിവയാണ് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ മ്യൂക്കർമൈക്കോസിസിൻ്റെ രോഗലക്ഷണങ്ങൾ. തൊലിപ്പുറമേ കാണപ്പെടുന്ന ചുവന്ന തടിപ്പുകൾ, കറുത്ത പാടുകൾ, അൾസറിനോട് സമാനമായ രീതിയിലുള്ള തടിപ്പുകൾ എന്നിവയാണ് ക്യൂട്ടേനിയസ് മ്യൂക്കർമൈക്കോസിസിൻ്റെ രോഗലക്ഷണങ്ങൾ. തിരിച്ചറിയാൻ വളരെ പാടുള്ളതും അതുപോലെ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുമായ രോഗമാണ് ഡിസെമിനേറ്റഡ് മ്യൂക്കർമൈക്കോസിസുകൾ. ഫൈൻ നീഡിൽ ആസ്പിരേഷൻ ബയോപ്സിയിലൂടെ കളക്ട് ചെയ്യുന്ന ഫ്ലൂയിഡിൽ നിന്നു മാത്രമാണ് ഈ രോഗത്തിനെ കണ്ടെത്തുവാനുള്ള ഏകമാർഗം. ഗുരുതര ഫംഗൽ ഇൻഫെക്ഷനുകളായ ആസ്പെറോഗില്ലോസിസ്, ബ്ലാസ്റ്റോമൈക്കോസിസ്, ക്രിപ്റ്റോകൊക്കോസിസ് തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കുന്ന ആംഫോടെറേഷ്യൻ ബി തെറാപ്പിയാണ് നിലവിൽ മ്യൂക്കർമൈക്കോസിസ് ട്രീറ്റ്മെൻറ്റിനു വേണ്ടി ഉപയോഗിക്കുന്നത്. വെയിനുകൾ വഴി ഇഞ്ചക്ട് ചെയ്യാവുന്നതും വായ വഴി ഓറലായി നൽകാവുന്നതുമായ ഫ്ലൂസിറ്റോസിൻ ആണ് നിലവിൽ നൽകുന്ന മറ്റൊരു ട്രീറ്റ്മെൻറ്റ്. ഫ്ലൂസിറ്റോസിൻ അഥവാ 5-ഫ്ലൂറോസിറ്റോസിൻ വിപണിയിൽ ലഭ്യമാകുന്നത് മറ്റു പല പേരുകളിലാണ്. അക്കോബോൺ, ആങ്കോട്ടിൽ, സൈറ്റോഫ്ലൂ എന്നീ പേരുകളിൽ ഈ മരുന്ന് വിപണിയിൽ ലഭ്യമാണ്. ജീവശാസ്ത്രപരമായി ഈ മരുന്നിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ 2 മുതൽ 5 മണിക്കൂർ വരെ ഒബ്സർവേഷനിൽ കഴിയുന്ന രോഗി അതിനോടകം യൂറിനിലൂടെ ഈ മരുന്നിൻ്റെ അംശം പുറന്തള്ളപ്പെടേണ്ടതാണ്. എന്നാൽ ഗർഭാവസ്ഥയിലിരിക്കുന്ന യുവതികൾക്ക് ഈ മരുന്ന് ഉപയോഗിക്കാമോ എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. ഫംഗസുകളുടെ നിലനിൽപ്പിനാവശ്യമായ പ്രോട്ടീൻ നിർമ്മാണത്തെ തടയുന്ന ഫ്ലൂറോയുറാസിൽ നിർമ്മിക്കുകയാണ് ഫ്ലൂറോസിറ്റോസിൻ്റെ ധർമ്മം. അതുപോലെ ഫംഗസുകളുടെ DNA സിന്തസിസിനെ തടയുന്ന 5-ഫ്ലൂറോ ഡീഓക്സി യുരിഡിൻ മോണോഫോസ്ഫേറ്റ് നിർമ്മിക്കലും ഫ്ലൂറോസിറ്റോസിൻ്റെ മറ്റൊരു ധർമ്മം കൂടിയാണ്.
എമർജൻസി മെഡിസിൻ വിഭാഗത്തിൽപ്പെടുന്ന ഫ്ലൂറോസിറ്റോസിൻ ആദ്യമായി നിർമ്മിക്കുന്നത് 1957 വലിയ രീതിയിൽ പാർശ്വഫലങ്ങൾ ഇല്ലെങ്കിലും ഫ്ലൂറോസിറ്റോസിൻ്റെ ഉപയോഗം വളരെ കരുതലോടുകൂടിയായിരിക്കണം. എന്തെന്നാൽ ലിവർ പ്രോബ്ലം ഉള്ളവർക്കും നട്ടെല്ലിന് ക്ഷതമേറ്റവർക്കും വളരെ കുറഞ്ഞ തോതിൽ മാത്രമാണ് ഈ മരുന്ന് നൽകുവാൻ സാധിക്കുകയുള്ളൂ. വയറുവേദന, വയറിളക്കം, ഡ്രൈ മൗത്ത് എന്നിവയെല്ലാം ഫ്ലൂറോസിറ്റോസിൻ്റെ പാർശ്വഫലങ്ങളാണ്. സോഷ്യൽ മീഡിയകളിൽ കണ്ടുവരുന്ന ഫേക്ക് ന്യൂസുകളുടെ പുറകെ പോകാതെ കരുതലോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും മുൻപോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും ഇത്തരം അസുഖങ്ങളിൽ നിന്ന് നമുക്ക് ഒരടി അകലം പാലിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.